ആണ്ടുവട്ടത്തിലെ 5-ാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 2 ചിന്തകളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ആമുഖം: യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിലെ 8-ാമത്തെ സൗഭാഗ്യമാണ് സഹനം. 8-ാമത്തെ സൗഭാഗ്യത്തെ വിശദീകരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന ഭാഗം. മത്തായി 5:13-16 വരെയുള്ള വചനങ്ങൾ. 1. ഉപ്പ്. ഉപ്പിൻ്റെ പ്രവർത്തനം ആന്തരികമാണ്. ഉപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണവിശേഷങ്ങൾ നമുക്കറിയാൻ കഴിയും. ഉപയോഗിച്ചില്ലെങ്കിൽ അതറിയാൻ കഴിയില്ല. ഉപ്പ് ഒരു പ്രധാന ഭക്ഷണ പദാർത്ഥമല്ല, എങ്കിലും ഉപ്പിൻ്റെ ഒരു ചെറിയ ഘടകം ചേർക്കുമ്പോഴാണ് ഭക്ഷണം രുചികരമാവുക. ഉപ്പ് എപ്പോഴും പുതിയ ജീവിതത്തെ വരച്ചു കാട്ടുന്നു. ഉപ്പ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ പരിവർത്തനം ഉണ്ടാകും. ഉപ്പ് സാധനങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നു. ഉപ്പ് നിശബ്ദമായി പ്രവർത്തിക്കുന്നു. ഉപ്പിൻ്റെ രസം അത് ഇടുന്ന സ്ഥലം മുഴുവൻ വ്യാപിപ്പിക്കുന്നു. അക്കാരണത്താൽ ക്രിസ്തു ശിഷ്യൻ ഉപ്പാകണം, അലിയണം, രുചി പകരണം, മറ്റുള്ളവരുടെ സത്പേര്, ജീവൻ, സ്വത്ത് എന്നിവ കാത്തു സംരക്ഷിക്കണം. ഈ ലോകത്തെ ദൈവരാജ്യമാക്കി മാറ്റാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. സംവിധാനങ്ങളെയും പ്രവർത്തനങ്ങളെയും അഴിമതി മുക്തമാക്കണം. സ്വാർത്ഥതയാകുന്ന പാപത്തിൽ നിന്ന് മുക്തമാകണം. ധാർമ്മികതയുടെ, ദൈവികതയുടെ വക്താവാകണം. ഉപ്പിന് അതിൽ തന്നെ രുചിയില്ല. ഉപ്പ് അലിയുമ്പോഴാണ് രുചി പകരുക. മറ്റുള്ളവർക്ക് വേണ്ടി അലിഞ്ഞൊഴുകുന്ന ക്രിസ്തു ശിഷ്യൻ ഭൂമിയുടെ ഉപ്പാണ്. 2. പ്രകാശം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് യേശു പറയുന്നു. പ്രകാശം വിശുദ്ധിയെ, അറിവിനെ, ഐക്യത്തെ, പരോപകാര തൽപരതയെ സൂചിപ്പിക്കുന്നു. യോഹന്നാൻ 8:12 ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറ്റുന്നു. ധാർമ്മിക, ദൈവിക സത്യങ്ങൾക്ക് മുൻതൂക്കം നൽകി ജീവിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യൻ പ്രകാശമായി മാറുന്നു. പ്രകാശം ജീവിതത്തെ ദീപ്തമാക്കും, കാഴ്ചപ്പാടുകളെ വിശാലമാക്കും, പുതിയ ലോകത്തിൻ്റെ സാധ്യതകൾ തുറന്നു തരും, നമ്മുടെ പാതകളിലെ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. പ്രകാശം നമുക്കെപ്പോഴും സംരക്ഷണം നൽകും. ഉപ്പായി, പ്രകാശമായി അലിഞ്ഞും എരിഞ്ഞും തീരുന്നതാണ് സഹനം. ഈ സഹനം ഏറ്റെടുക്കുന്നത് ക്രിസ്തുവിനോടുള്ള, ദൈവരാജ്യത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നത് അവർക്ക് വേണ്ടി നമ്മൾ ജീവിതം ചെലവഴിക്കുമ്പോഴാണ്. ഉപസംഹാരം: സഹിച്ചുകൊണ്ട് സ്നേഹിക്കുക, സ്നേഹിച്ചുകൊണ്ട് സഹിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.